ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബ്രേക്കിംഗ് ദ ഫോർത്ത് വോൾ വിത്ത് എച്ച്. ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് 2014 വന്ന അമേരിക്കൻ ക്രൈം ചിത്രം ദ ഡ്രോപ്പാണ്. ഈ സിനിമ 2009 വന്ന ഇതേ പേരിലുള്ള ഒരു പുസ്തകത്തിൻ്റെ അഡാപ്റ്റേഷനാണ്. ആനിമൽ റെസ്ക്യൂ എന്ന ഈ പുസ്തകം എഴുതിയ ഡെന്നിസ് ഐഹാൻ എന്ന വ്യക്തി, ഇദ്ദേഹത്തെ ചിലപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും. ഒട്ടുമിക്ക ഹൈ പ്രൊഫൈൽ സിനിമകൾ വന്നിരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ സിനിമാറ്റിക് വേർഷനാണ്. ഫോർ എക്സാമ്പിൾ മിസ്റ്റിക് റിവർ, ഗോൺ ബേബി ഗോൺ, ഷട്ടർ ഐലൻഡ് തുടങ്ങിയവ ഇദ്ദേഹത്തിൻ്റെ പ്രമുഖ കലാസൃഷ്ടികളിൽ പെടുന്നതാണ്. അപ്പോൾ ഈ സിനിമയിലേക്ക് വരുവാണെങ്കിൽ വളരെ ശാന്തമായൊരു സിനിമയാണ്. എന്നാലും ഇതിൽ ചില പ്രത്യേകതകളുണ്ട്. നമ്മളിലെ ഒരു സിനിമാ പ്രേമി എന്ന നിലയിൽ നമ്മൾ കണ്ടിരിക്കേണ്ട ചുരുക്കം ചില സിനിമകളിൽ പെടുന്ന ഒന്നാണ് ഇത്. അധികം ദീർഘിപ്പിക്കാതെ നമുക്കിതിലേക്ക് കടക്കാം. ലെറ്റ്സ് ബ്രേക്ക് ദ ഫോർത്ത് വോൾ. സിനോപ്സിസ്. അമേരിക്കയും അമേരിക്കൻ സംസ്കാരവും അറിയാവുന്നവർക്ക് ബ്രുക്ലിൻ എന്ന നഗരത്തെപ്പറ്റി പ്രത്യേകിച്ച് ആമുഖത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അവിടെ ഒരു ബാർ നടത്തുന്ന ബോബ് എന്ന വ്യക്തിയിൽ നിന്നാണ് കഥ ആരംഭിക്കുന്നത്. ബോബിൻ്റെ ബാറ് ചെച്ചൻ മോബ്, റഷ്യയിലുള്ള ചെച്ചൻ മോബ് അവരുടെ ഇല്ലീഗൽ ഇടപാടുകൾ ഒരു ഡ്രോപ്പ് സൈറ്റായിട്ടാണ് എടുക്കുന്നത്. കഥയിലേക്ക് കടക്കുമ്പോൾ ബോബും കസിനും ബാറ് പൂട്ടാനുള്ള ഒരുക്കത്തിലാണ്. ബോബിൻ്റെ കസിൻ മാറും റിച്ചി എന്ന പേരുള്ള ഒരാളുടെ അസാധാരണമായ കാണാതാവലിനെ പറ്റി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ആ ഒരു സാഹചര്യം ഇത്തിരി സ്ട്രെയിഞ്ചാണ്. അപ്പോൾ അദ്ദേഹത്തിന് കാണാതായിട്ട് 10ാമത്തെ ആനിവേഴ്സറി ആഘോഷിക്കുന്ന ദിവസമാണെന്നൊക്കെ ചുമ്മാ തമാശ പറഞ്ഞിട്ടൊക്കെയാണ് ഈ തുടങ്ങുന്നത്. ഈ പറയുന്ന ആളെ സിനിമയിലോ കഥയിലോ കാണിക്കുന്നില്ലെങ്കിലും ഈ പേരൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹം ഏതുകൊണ്ട് വലിയ ഗുണ്ടയാണെന്നൊക്കെയുള്ളൊരു ഇമ്പ്രഷനോടുകൂടിയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. നമുക്ക് പിന്നീട് കഥയിലേക്ക് പോകുമ്പോൾ അതിന് ആവശ്യമുണ്ട്. എന്തായാലും കട പൂട്ടിയിട്ട് പോകുന്ന സാഹചര്യത്തിൽ 2 കള്ളന്മാർ വന്ന് മുഖംമൂടിയൊക്കെ വെച്ചിട്ട് ഒരു റോബറി പോലെ ഈ പൈസയൊക്കെ എടുത്തുകൊണ്ട് പോകും. പൈസ നഷ്ടപ്പെട്ടത് മോബിന് ഇഷ്ടമാകുന്നില്ല. അവർക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഈ പൈസ തിരികെ ഏൽപ്പിക്കണമെന്ന് ബോബിനോട് ആവശ്യപ്പെടുന്നു. ബോബ് ആണെങ്കിലോ സ്വതവേ ഒരു പാവത്താനാണ്. വയലൻസിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ റോബറി നടക്കുമ്പോൾ കള്ളന്മാരുമായിട്ട് പൂർണ്ണമായി ഇയാൾ സഹകരിക്കുന്നുണ്ട്. പിന്നീട് മോബ് വന്ന് ഇദ്ദേഹത്തെ ചാടിക്കുമ്പോഴും വളരെ ശാന്തമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ നേരിടുന്നത്. ഇതിനിടയിൽ ഈ റോബറി നടന്നതിൻ്റെ ഭാഗമായിട്ട് പോലീസ് അന്വേഷണം വരുന്നുണ്ട്. ഈ പോലീസാണെങ്കിൽ ഡിറ്റക്റ്റീവിന് ബോബിനെ നേരത്തെ അറിയാം. ആ പോലീസുകാരുടെ സംസാരത്തിൽ ബോബ് ഒരു കാത്തലിക് ആണെന്നും പള്ളിയിലൊന്നും ഇദ്ദേഹത്തെ സ്ഥിരമായിട്ട് കാണാറില്ല എന്നുള്ളൊരു സംസാരം വരും. അങ്ങനെ ആ കഥ ഒരു ലൈനിൽ പോകുമ്പോൾ ബോബിന് അവിചാരിതമായിട്ട് വഴിയിൽ നിന്നൊരു പിറ്റ്ബുൾ നായയെ കിട്ടും. ബോബ് അത് ചാവാറായി കിടക്കുന്ന പട്ടിയെ എടുത്തുകൊണ്ട് പോയി ശുശ്രൂഷിച്ച് അതിന് വേണ്ട പോലെയൊക്കെ ഇതൊക്കെ ആക്കുന്നു. ഇതേ സമയത്ത് ഇതേ നായയെ രക്ഷപ്പെടുത്തുന്നതിനിടയിൽ ആ ഒരു പ്രത്യേക സന്ദർഭത്തിൽ നാദിയ എന്നൊരു യുവതിയുമായിട്ട് ബോബ് സൗഹൃദത്തിലാവുന്നുണ്ട്. ഇവിടെയെല്ലാം ബോബ് എത്രത്തോളം പാവമാണെന്നും സഹജീവികളോട് എപ്പോഴും കരുണയോടെ വർത്തിക്കുന്ന വ്യക്തിയാണെന്നൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഈ റോബറി സമയത്ത് കള്ളന്മാരിൽ ഒരാളെ തിരിച്ചറിയാനുള്ളൊരു മാർഗം ബോബ് ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ അത് പോലീസിനോടും മോബിനോടും പറഞ്ഞത് മാർവിന് ഇഷ്ടമാവുന്നില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇതേ മാർക്കുള്ള ഒരു ശരീരാവയവം ഇവരുടെ ബാറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കിട്ടുകയും മോഷ്ടിച്ചു കൊണ്ടുപോയ പൈസ അതേപോലെ തിരികെ ഏൽപ്പിച്ചതും കാണും. തീർച്ചയായും ഇത് മോബിൻ്റെ പ്രവൃത്തിയാണ്. ഇതോടുകൂടി മാർവിന് പേടിയാവുന്നു. പക്ഷേ ബോബ് അപ്പോഴും വളരെ നോർമലായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇവർ തമ്മിലുള്ളൊരു സാധാരണ ജീവിതത്തിനിടയിൽ പെട്ടെന്നൊരു വ്യക്തി കടന്നു വരികയാണ്. ആ വ്യക്തിയെ കണ്ടാലറിയാം അയാൾ അത്ര നല്ല മനുഷ്യനൊന്നും അല്ലെന്ന്. കൂടാതെ ബോബിൻ്റെ കയ്യിലുള്ള നായ ഇയാളുടേതാണെന്നും തന്നോട് പറയാൻ തൻ്റെ അനുവാദമില്ലാതെ നായ എടുത്തുകൊണ്ട് പോയതിന് ഇയാൾക്ക് കോമ്പൻസേഷൻ വേണമെന്നൊക്കെ പറഞ്ഞാണ് വരുന്നത്. ഇയാളെ തന്നെ സ്വയം വിശേഷിപ്പിക്കുന്നത് ആ നേരത്തെ പറഞ്ഞ ആ റിച്ചി എന്ന വ്യക്തിയെ കൊന്നു കളഞ്ഞിട്ടുള്ള ഒരാളായിട്ടാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഈ റിച്ചി എന്ന് പറയുന്നത് ഏതോ വലിയ ഗുണ്ടയൊക്കെയാണ്. അയാളെ കാണാനില്ല എന്ന് ഇതുവരെ എവിടെയാണെന്ന് ഒരു വ്യക്തത ഇല്ലാത്തതിൻ്റെ പേരിൽ ധാരാളം കഥകൾ ഇതിനെപ്പറ്റി ചുറ്റിപ്പറ്റിയുണ്ട്. അപ്പോഴാണ് റിച്ചിയെ കൊന്നത് താനാണെന്ന് പറഞ്ഞ് ഇയാൾ ഇങ്ങോട്ട് വരുന്നത്. ഇയാൾ കടന്നു വരുന്നതോടുകൂടി ബോബിൻ്റെ ജീവിതം കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആവുന്നു. അതോടുകൂടി അസോസിയേറ്റ് ചെയ്ത് വരുന്ന മാർവിനും നാദിയയുടെയും ലൈഫും ഒരേപോലെ കോംപ്ലിക്കേറ്റഡ് ആവുന്നു. പക്ഷേ ഇതിൻ്റെ ഏറ്റവും ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ക്ലൈമാക്സാണ്. സോ എല്ലാവരും ഇത് കാണുക. കാസ്റ്റ് അധികം വലിയ കാസ്റ്റൊന്നുമില്ല. ബോബായിട്ട് വരുന്നത് നമുക്ക് സുപരിചിതനായ ഇംഗ്ലീഷ് ആക്ടർ ടോം ഹാർഡിയാണ്. നാദിയ എന്ന് പറയുന്നത് നമുക്ക് അഗെയിൻ അറിയാവുന്ന നയോമി റുപാസാണ്. സൊപ്രാനോ എന്ന സീരീസിലൂടെ ഫേമസ് ആയ ജെയിംസ് ഗൻഡോൾഫിനിയാണ് മാർവായിട്ട് വരുന്നത്. ബെൽജിയൻ ആക്ടറായ മത്തായിസ് ഷൗനാട്ട്സ് ആണ് ഇതിനകത്ത് റിച്ചിയെ കൊന്ന ആ സ്ട്രെയിഞ്ചർ എറിക് ഡീഡ് എന്ന പേരുള്ള വ്യക്തിയായിട്ട് വരുന്നത്. ഇനി നമുക്ക് ടെക്നിക്കലിലേക്ക് പോവാം. ഞാൻ ആദ്യമേ പറഞ്ഞു ഈ സിനിമ ഒരു അഡാപ്റ്റേഷനാണ്. ഇതിൻ്റെ പ്രധാന ആശയം മോബിൻ്റെ ഡീലിങ്സും മറ്റുമൊക്കെയാണ്. ഇതിൻ്റെ ക്രൈം സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ ഈ മൊത്തം സിനിമാറ്റോഗ്രാഫിയിൽ ഒരു ഡാർക്ക് ഓവർ ടോൺ കാണാൻ പറ്റും. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ കഥ പറഞ്ഞു പോകുന്ന ആ ഒരു ഗതി. വളരെ സ്ലോ പേസിൽ പോകുന്ന ഈ കഥ പതുക്കെ നമുക്ക് ഒരു വെറുതെ കാണുമ്പോൾ ബോറടിയോ താല്പര്യമില്ലെങ്കിലായിട്ടൊക്കെ തോന്നാം.
അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മൂവി കാണാൻ ക്ഷമയുള്ളവർ മാത്രമേ ഞാൻ ഈ സിനിമ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ തന്നെ മനസ്സിലായല്ലോ, നല്ല ക്ഷമ വേണം കണ്ടു തീർക്കാൻ. എന്നാലും ഇതിൻ്റെ അവസാനം ഞാൻ പറഞ്ഞു ഒരു പ്രത്യേകതരം ട്വിസ്റ്റ് ഉണ്ട്, ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ട്വിസ്റ്റ്. സത്യം പറഞ്ഞാൽ ടോം ഹാർഡി എന്ന നടൻ്റെ വളരെ മികച്ച ഒരു പ്രകടനം തന്നെ നമുക്ക് ഇതിനകത്ത് കാണാം. ഹാർഡിയുടെ മറ്റ് സിനിമകൾ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഏകാംഗ പ്രകടനം കാഴ്ചവെക്കുന്നതിൽ പ്രത്യേക ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട്. ഇപ്പോൾ ലെജൻസ് എടുത്താൽ, പീക്കി ബ്ലൈൻഡേഴ്സ് എടുത്താൽ, ടാബു എടുത്താൽ, വെനത്തിൽ പോലും ഒറ്റയ്ക്കുള്ള ഒരു ആക്ടിങ് അയാൾ നല്ല രസമായിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു പ്രത്യേക ക്യാരക്ടർ തന്നെയാണ് ബോബ്. സിനിമയുടെ ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് പിടി തരാത്ത ഒരു ക്യാരക്ടർ തന്നെയാണ് ബോബ്. ഇതിൻ്റെ അപ്പുറം ഞാൻ പറഞ്ഞാൽ അത് സ്പോയിലറായി പോകും, അതുകൊണ്ട് ഞാനൊന്നും ബാക്കി പറയുന്നില്ല. പക്ഷേ താനൊരു തെറ്റ് ചെയ്യുന്നു എന്ന തോന്നൽ, അല്ലെങ്കിൽ തെറ്റുകാരനാണെന്ന തോന്നൽ ബോബിനുണ്ട്. അതാണ് സിനിമയിൽ ആദ്യം പള്ളിയിൽ ചെല്ലുന്നില്ല, അല്ലെങ്കിൽ പള്ളിയിൽ കാണുന്നില്ല എന്ന കഥയിൽ ഒരു റെഫറൻസ് വരുന്നത്. മാത്രമല്ല ചില മാനറിസം, ഡയലോഗ്, അതൊക്കെ ആദ്യം നമുക്ക് കേൾക്കുമ്പോൾ അങ്ങോട്ട് കത്തൂലെങ്കിലും കഥയുടെ ഒടുക്കം ഇറ്റ് മേക്ക് സെൻസ്. ഇത് പറഞ്ഞു പോകുമ്പോൾ കൂടെ പറയേണ്ട ഒരു കാര്യമാണ്, ഞാൻ ഈ സിനിമ കാണുമ്പോൾ ഈ സമയത്ത് മലയാളത്തിൽ ഇറങ്ങിയ മുന്നറിയിപ്പ് എന്ന മമ്മൂട്ടിയുടെ പടവും അത് ഏതാണ്ടൊക്കെ ഒരേ ടൈമിലാണ് ഈ കാണുന്നത്. അതിലെ രാഘവൻ എന്ന മമ്മൂട്ടിയുടെ ക്യാരക്ടർ അത് നമ്മുടെ ബോബിൻ്റെ പ്രകടനവുമായിട്ട് കുറച്ചധികം സാമ്യമുണ്ട്. ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ബാക്കി ഞാൻ പറഞ്ഞ് നിങ്ങളുടെ രസം കളയുന്നില്ല. ഈ സിനിമയെപ്പറ്റി പറയാനുള്ളത് ഉറപ്പായും സിനിമ കാണുക. അടുത്തൊരു സിനിമയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നത് വരെ ഗുഡ് ബൈ.